ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നമ്മുടെ നാടൻ വിഭവങ്ങൾ ശരിക്കും ലാളിത്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത രുചികളാണല്ലേ. നമ്മുടെ സംസ്കാരവും ഓർമ്മകളും കലർന്ന സുഖമുള്ള രുചിക്കൂട്ടുകൾ. ഇപ്പോൾ കണ്ണൂരിൽ തെയ്യക്കാലാണ്, അതുകൊണ്ട് തെയ്യക്കാവിലെ ഒരു രുചിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ മിനിമൽ കിച്ചണിലൂടെ പരിചയപ്പെടുത്തുന്നു കേട്ടോ. കനലിൻ്റെ മണമുള്ള കലശപ്പം, ഒരു കാലത്തിൻ്റെ ഓർമ്മകളെ ജീവിപ്പിച്ചുകൊണ്ട് തലമുറകളായി കൈമാറി വരുന്നൊരപ്പം. അതിനാദ്യം വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിൻ്റെ പാകത്തിൽ പൊടിച്ചെടുത്ത അരിയിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴച്ചെടുക്കാം. കുട്ടിക്കാലത്ത് തറവാട്ടിലെ തെയ്യത്തിന് വേണ്ടി ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നിട്ടുണ്ട്. അത് ഭക്തി കൊണ്ടൊന്നായിരുന്നില്ല. അന്ന് കുട്ടികളായ ഞങ്ങൾക്ക് ഒരു നീണ്ട രാവും പകലും ഒരുപാട് കൂട്ടുകാരോടൊത്ത് ഉറങ്ങാതെ ചിരിച്ച് കളിച്ച് നടക്കാൻ കിട്ടുന്ന ഒരു സമയമാണ്. ചെണ്ടയുടെ കൊട്ട് ആദ്യം കേൾക്കുമ്പോൾ ഒരു നെഞ്ചിടിപ്പുണ്ടാവും. പിന്നെ പലതരം ശബ്ദങ്ങൾ, നിറങ്ങൾ, മുത്തുക്കുടകൾ. ഒരു വിസ്മയം തന്നെയാണല്ലേ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ? എനിക്ക് ഉറപ്പാ. കുട്ടിക്കാലത്ത് തീയേന്തി വരുന്ന തെയ്യത്തെ കാണുമ്പോൾ ഒരു ഭയം തന്നെയാണല്ലേ. പിന്നെ ആ ഭയം മാറുന്നത് തെയ്യം നമ്മുടെ കൈപിടിച്ച് വാത്സല്യത്തോടെ കുറി തരുമ്പോഴാണല്ലേ. അങ്ങനെ കുട്ടിക്കാലത്തെ ആ അത്ഭുതം അറിയാതെ ഒരു പാരമ്പര്യമായിട്ട് നമ്മളിലെല്ലാം അലിഞ്ഞു ചേർന്നു അല്ലേ. അപ്പം നമ്മൾ അരിപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയും പിന്നെ ശർക്കരയും. വേറെ ഒരു ഡെക്കറേഷനും ഇല്ല. ഞങ്ങളുടെ തറവാട്ടിൽ കുട്ടിക്കാലത്തെ ഒരു നാരായണേട്ടനും അപ്പേട്ടനുമാണ് ഈ കലശപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത്. വൈകിട്ട് 5 മണിയാകുമ്പോൾ ഈ നാരായണേട്ടൻ വരും കലശപ്പ് ഉണ്ടാക്കാൻ. ഞാൻ തുടക്കം മുതൽ അത് അങ്ങ് നോക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കുട്ടിക്കാലം മുതലേ എനിക്ക് മനപ്പാടാണ്. ഞാൻ നാരായണേട്ടനോട് ഇടയ്ക്ക് ചോദിക്കും, എനിക്ക് ഇത്തിരി ശർക്കരയും തേങ്ങയും കൂടി തരുമോന്ന്. പക്ഷെ നാരായണേട്ടൻ പറയും, പറ്റില്ല, ഇത് തെയ്യത്തിന് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ എച്ചിലായി പോകുന്നു. പിന്നെ ഞാൻ ചോദിക്കാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് 5 മണിക്ക് തുടങ്ങുന്ന കാത്തിരിപ്പ് വൈകിട്ട് രാത്രി 10 മണി വരെ നീളും. അപ്പോഴും മാത്രമേ കലശപ്പം ഞങ്ങളുടെ കൈ കിട്ടുള്ളൂ. എന്നിട്ട് കിട്ടുന്നതോ ഒരു കുഞ്ഞ് കഷ്ണം കലശപ്പം. അതുകൊണ്ട് തന്നെയാണ് നാരായണേട്ടൻ മരിച്ചിട്ട് വർഷങ്ങളായിട്ടും ഞാനത് ഓർക്കുന്നതും ആ രുചി ഇപ്പോഴും നാവിൽ തത്തിക്കളിക്കുന്നതും. എന്തും ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മടുപ്പാണല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഒരിക്കലും നമ്മുടെ തലമുറയോളം ഇത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വളർന്ന് വലുതായപ്പോൾ തെയ്യം നമുക്ക് രക്ഷിതാവായി മാറിയല്ലേ. സത്യവും നീതിയും മുറുകെ പിടിച്ച് വളരാൻ പറഞ്ഞ് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അടുക്കലെത്തുമ്പോൾ നമ്മളൊന്നും പറയാതെ തന്നെ നമ്മുടെ സങ്കടം മനസ്സിലാക്കി നമ്മുടെ കൈ പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നമ്മുടെ എല്ലാ രക്ഷിതാവ്. ഒന്നും പറയാതെ തന്നെ തെയ്യത്തിന് എല്ലാം അറിയാം. കാരണം എന്താ, ഒരിക്കൽ തോറ്റുപോയവനാണ് ഈ തെയ്യവും. ജീവിതാവസാനം വരെ നീരും നിറയും മാത്രം കൈമുതലാക്കിയതുകൊണ്ട് സമൂഹം ഒറ്റപ്പെടുത്തി കൊലപ്പെടുത്തിയ ആൾക്കാരാണ് തെയ്യമായിട്ട് പുനർജനിച്ചത്. ജാതി ഹുങ്കിനെ അടിച്ചമർത്തി ആണഹന്തയെ വരുതിക്ക് നിർത്തി പെൺചതിക്ക് മറുപടി കൊടുത്ത് അട്ടഹസിക്കുന്ന തെയ്യം. അതുകൊണ്ട് നിങ്ങളെ ഒരാൾ ചതിച്ചാൽ, ആൾബലം കൊണ്ട് ഒറ്റപ്പെടുത്തിയാൽ ഒരിക്കലും തളരരുത്. അവരുടെ വിജയങ്ങളൊക്കെ താൽക്കാലികമാണ്. ആരും കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ കരുതി അവർ മുന്നോട്ട് പോകും. പക്ഷേ എല്ലാം കേട്ടുകൊണ്ട് തെയ്യം അവിടെയുണ്ട്. ചതിച്ചവനെ എന്തൊക്കെ പാപകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും മാപ്പ് കൊടുക്കുന്ന ശീലം തെയ്യത്തിനില്ല. കാരണം ചതിയുടെ നോവ് തെയ്യത്തോളം മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് തെയ്യത്തിൻ്റെ മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒറ്റപ്പെടണം. പിന്നെ സംഭവിക്കുന്നത് എല്ലാ അത്ഭുതങ്ങളായിരിക്കും. ഇതൊക്കെ കേട്ട് നിങ്ങൾ ബോറടിച്ചോ? ഒരു കണ്ണൂരുകാരിയായി ഞാൻ തെയ്യത്തെക്കുറിച്ച് ഇത്രയെങ്കിലും എൻ്റെ വ്ളോഗിലൂടെ പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പം നിങ്ങൾ കണ്ടതുപോലെ ഇങ്ങനെ ഞാൻ പരത്തിയിട്ട് ഉള്ളിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇതൊക്കെ ഞാൻ ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെ വേണം കേട്ടോ, നോൺ സ്റ്റിക്ക് അല്ല. നമ്മുടെ കാവുകളിൽ ടിന്നാണ് യൂസ് ചെയ്യുക. നല്ല റെക്റ്റാങ്കിൾ ഷേപ്പുള്ള നീളത്തിലുള്ള ടിന്ന് വെച്ചിട്ട് വരിയായിട്ട് ഒന്നിച്ച് വെക്കും. എന്നിട്ട് താഴെ ഓല കത്തിക്കും. അപ്പം ആ ഓലയുടെ തീ കുറച്ച് മുകളിലേക്കും അങ്ങ് പടർന്നു വരും. ഞാനിപ്പം എൻ്റെ അടുക്കളയിൽ സ്റ്റൗവിലാണ് വെക്കുന്നത്. അതുകൊണ്ട് അത്ര അങ്ങ് മുകളിലേക്ക് വന്ന് തീ കത്തില്ല.
അവർ ഒന്നിന് മീതെ ഒന്നായിട്ട് ഇങ്ങനെ ഒന്നിച്ചിട്ടാണ് വെക്കുക. ഒരു 5-8 ഒന്നിച്ചിട്ട് വെക്കും ഒരു സൈഡിൽ. എന്നിട്ട് പിന്നെ ഒരു സൈഡിൽ നിന്ന് അതിങ്ങനെ പതുക്കെ പതുക്കെ മറ്റേ സൈഡിലേക്ക് എടുത്ത് വെക്കും. ഏകദേശം ഈ ഇല ഫുള്ളായിട്ട് അങ്ങ് കരിയുന്നത് വരെ വെക്കണം. പക്ഷെ കൂടുതൽ കരിഞ്ഞു പോകാനും പാടില്ല. ഈ അപ്പത്തിലും ഒക്കെ ഇങ്ങനെ കുറച്ച് കരിഞ്ഞ ഭാഗങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കലശപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു തവണയെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ രുചി അറിയാം. അല്ലാത്തവർക്ക് ഇലയട ഇതുപോലെ ചിലർ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കണ്ണൂരിലൊക്കെ ഇലയട മിക്കവാറും പഞ്ചസാര ഇട്ടിട്ട് പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ ശർക്കര ഇട്ടിട്ട് ചുട്ടിട്ടും പിന്നെ വേറൊരു പൂരട, അതൊക്കെ നമ്മൾ ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ഉണ്ടാക്കി കാണാറ്. അല്ലാതെ ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷെ തെക്കോട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ഇലയട ഉണ്ടാക്കാറില്ല, അവർ ശർക്കര തന്നെയാണ് ഇടാറ്. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും. എനിവേസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ബൈ.